എന്താ മോളെ? എന്താ നീ കരഞ്ഞേ? എന്തിനാ കരയുന്നേ? എന്താ മക്കളെ? പറ, കാര്യം പറ. അച്ഛനോട് ക്ഷമിക്കണം അച്ഛ. എന്താ കാര്യം ഒന്ന് പറ. കാര്യം പറ കുഞ്ഞെ. അമ്മയോട് ക്ഷമിക്കണം അമ്മ. നീ മോളെ കാര്യം പറ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എനിക്ക് തെറ്റുപറ്റിപ്പോയി അച്ഛ. കാര്യം ചോദിക്കും. പറ മോളെ, എന്താന്ന് പറ. എന്ത് വൃത്തിയോടാണ് നീ കാണിച്ചത്? ആ രതീഷ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാശെടുത്ത് ഏതോ ഒരുത്തനെ കൊണ്ട് കൊടുത്തേക്കുന്നു. ദൈവം പോലും പൊറുക്കത്തില്ല നിന്നോട്. കാണിച്ചേ. എനിക്കറിയാം ഞാൻ പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തെന്ന്. മോളെ, നീ നിന്റെ സന്തോഷം നോക്കിയപ്പോൾ നിന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുന്ന അവനെ നീ ചതിക്കുമായിരുന്നടി. എന്റെ പോയിട്ട് വന്നെ പറഞ്ഞല്ലോടി നീ. എനിക്കറിയാം ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തെന്ന്. എല്ലാം അറിയാം. എന്നോട് ദൈവം പോലും പൊറുക്കൂലെന്ന് എനിക്കറിയാം. ഞാൻ രതീഷ് എന്നോട് എല്ലാം വിളിച്ച് പറയാൻ പോവാ. രതീഷ് എന്നെ പറ്റിച്ച എന്നെ എനിക്കിനി പുള്ളിയുടെ ഭാര്യയായിട്ടിരിക്കാൻ യോഗ്യതയില്ല അച്ഛാ. ഞാൻ വിളിച്ച് പറഞ്ഞോളാം രതീഷ്. വേണ്ട മോളെ, അവനെ ഇപ്പൊ വിളിക്കല്ലേ. നീ ജീവിതം നശിപ്പിക്കരുത്. രതീഷ് ഒന്നും അറിയണ്ട. അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് ആ പൈസ എങ്ങനെങ്കിലും സംഘടിപ്പിക്കാവടാ. രമേ, നീ നിന്റെ മോളുടെ ഭാവി ഓർത്തതൊക്കെ പറഞ്ഞു. പക്ഷെ രതീഷിന്റെ കാര്യം അപ്പം മറന്നു അല്ലേ? അവൾ ചെയ്ത തെറ്റിന്റെ ഭവിഷ്യ തീവ്രത മനസ്സിലായ? ഞാനൊരാണാണ്, മനസ്സിലായ? അതിലുപരി ഭർത്താവും അച്ഛനുമാണ്. ഒരാളെ കൊന്നിരുന്ന പോലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ ഇത് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ തെറ്റാണ് അവൾ ചെയ്തത്. അച്ഛൻ എങ്ങനെ വേണമെങ്കിലും പണിഷ് ചെയ്തോ, സ്വീകരിക്കാൻ തയ്യാറാ. രതീഷേട്ടൻ എന്നെ മോളെ ഇത്ര പൊന്നുപോലെ നോക്കിയിട്ട് ഞാൻ ഈ ചതി ചെയ്തില്ലേ രതീഷേട്ടനോട്? മോളെ, നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായല്ലോ. നീ ഒരു കാര്യം ചെയ്യും, രതീഷിനെ വിളിച്ച് കാര്യം പറ. ഇനി അവൻ തീരുമാനിക്കട്ടെ എന്താണ് വേണ്ടത്.